രണ്ടുപേരും സ്പൈ ആയിരുന്നു എന്നുള്ളതാണ്, ചാരന്മാരായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവർ രണ്ടുപേരും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ, ദേശീയ സുരക്ഷാ സമീപനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒരു ഇന്റലിജന്റ് മാനസികാവസ്ഥ അതിനകത്ത് കാണാം. ഇന്റലിജൻസ് മാനസികാവസ്ഥ എന്ന് പറയും, ഒരു സമീപനം. വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് അവരുടെ ഓരോ നീക്കങ്ങളും എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവില്ലേ, നമുക്കത് അവരെ നിരീക്ഷിച്ചാൽ അറിയാം. അവരുടെ ഒരു പൊതു ഇടങ്ങളിലൊക്കെ അവരെ കാണുമ്പോഴൊക്കെ അവരുടെ നടപ്പ്, നിൽപ്പ്, നോട്ടം. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ, പബ്ലിക്കിനോട് സംസാരിക്കുന്ന അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഭയങ്കര ഷാർപ്പായിട്ടുള്ള ശബ്ദമാണ്. അപ്പൊ ശബ്ദത്തിൽ അദ്ദേഹം പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തന്റെ മുന്നിലുള്ള ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പ്രോംപ്റ്ററിലോ നോക്കിയിട്ട് അദ്ദേഹം ഇത് നോക്കുമ്പോൾ, പത്രക്കുറിപ്പുകളൊക്കെയാണ് UN പൊതുസഭകൾ സംസാരിക്കുമ്പോഴൊക്കെ ഇറാനൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിങ്ങനെ സംസാരിച്ചിട്ട് അദ്ദേഹം വാക്കുകൾക്കിടയിൽ ഇങ്ങനെ പബ്ലിക്കിനെ ഇങ്ങനെ നോക്കും. നമുക്കൊരു ഈഗിളിന്റെ കണ്ണുകൾ പോലെ തോന്നും. അത്രയും ഷാർപ്പായിട്ട് ഈ കണ്ണിലൂടെ മുഴുവൻ ദ്യോതിപ്പിക്കുന്നത് പവർഫുൾ ഐസ്, ദ പവർ ഓഫ് ഐസ് നെതന്യാഹുവിന്റെ കണ്ണുകൾ കണ്ടാൽ. അത്തരത്തിലുള്ള ഒരുപാട് നേതാക്കൾ നമുക്കുണ്ട്. നമ്മളെ മോഡിജി അങ്ങനെ പവർഫുൾ ഐസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ യോഗ സാധനയായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത്. ഈ മറ്റേ ആളുടേത്, പുടിൻ്റേത് വളരെ ശ്രദ്ധാപൂർവമുള്ള മൂവ്മെന്റ്സ് ആണ്. പുടിൻ അങ്ങനെയൊന്നും ആർക്കൊന്നും ഐ കോണ്ടാക്ട് കൊടുക്കുകയൊന്നുമില്ല. പക്ഷെ വളരെ ശ്രദ്ധാപൂർവമുള്ള, മോഡിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഒന്ന് നോക്കൂ, മറ്റു നേതാക്കളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഒന്ന് നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ശാരീരിക മൂവ്മെന്റ്സ് നോക്കൂ, ഇയാളുടെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.